എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുക്കിംഗ് വിത്ത് ജഡിക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത് ഏവരുടെയും ഇഷ്ടവിഭവമായ പ്രലോഭന പായസമാണ്. വ്യത്യസ്ത രുചിയിൽ, നിറത്തിൽ, ഗുണത്തിൽ ഈ പായസം ലഭ്യമാണ്. വളരെ വേഗത്തിൽ ലളിതമായും നമുക്ക് ഈ പായസം ഉണ്ടാക്കുവാൻ കഴിയും. ഈ പായസക്കൂട്ടുകൾ മിക്സ്ഡ് പാക്കറ്റിലും ലഭ്യമാണ്. പായസത്തിനാവശ്യമായ ചേരുവകൾ: 2 കപ്പ് സ്ഥാനമാനങ്ങൾ, 2 കപ്പ് ധനമോഹം, 1 കപ്പ് വകമറിച്ച ചിരി, 1 ലിറ്റർ ദുരുപദേശം കലർന്ന പാൽ, അത്യാഗ്രഹം കലർന്ന അശുദ്ധ നെയ്യ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്വയം പുകഴ്ത്തൽ, വ്യാജദർശനം, പുകഴ്ത്തി സംസാരം, വക്രഹൃദയം, അളവിൽ കൂടുതൽ വിനയവും താഴ്മയും, ജഡത്തിൻ്റെ പ്രവർത്തികൾ. പായസം ഉണ്ടാക്കുന്ന വിധം: നല്ല അടികട്ടിയുള്ള ചഞ്ചലഹൃദയം കമ്പനിയുടെ പാത്രം എടുക്കുക. കുത്തിത്തിരിപ്പാവുന്ന നാവെന്ന തീ ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കുക. ശേഷം അത്യാഗ്രഹം കലർന്ന നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാവുമ്പോൾ സ്ഥാനമാനങ്ങൾ, ധനമോഹം, പകമറച്ച ചിരി എന്നിവ ഓരോന്നായി ചേർത്ത് വഴറ്റുക. നന്നായി വഴന്നു കഴിയുമ്പോൾ ദുരുപദേശം കലർന്ന പാൽ ഒഴിക്കുക. പാൽ തിളച്ചു തുടങ്ങുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ചേർക്കുക. നമ്മുടെ മോഹന സുന്ദര പായസം തയ്യാറായി. ഈ പായസത്തിന് വർഷങ്ങളുടെ പാരമ്പര്യം പറയാനുണ്ട്. നമ്മുടെ ഏശാവപ്പച്ചൻ, യാക്കോബപ്പച്ചൻ ഈ പായസം ഉണ്ടാക്കി നൽകിയാണ് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കിയത്. ക്രിസ്തുവെ സ്ഥിരതയും ഉറപ്പുമില്ലാത്തവരെ വശീകരിക്കാൻ ഈ പായസം ഇന്നും ഉപയോഗിക്കാറുണ്ട്. നിത്യത എന്ന അവകാശം ദൈവമക്കൾക്ക് നഷ്ടമാകാൻ ലോകവും സാത്താനും വിവിധ പ്രലോഭനങ്ങളുമായി ഈ മോഹനസുന്ദര പായസവുമായി സദാ സഞ്ചരിക്കുന്നു. നിത്യത നഷ്ടപ്പെടുത്തുന്ന, താൽക്കാലിക സുഖം നൽകുന്ന താൽക്കാലിക മധുരങ്ങളിൽ നിന്നും എന്നേക്കും നമുക്ക് അകന്നു നിൽക്കാം, നിത്യത അവകാശമാക്കാം. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.